1989-90 കാലത്ത് കേരളത്തിൽ വലിയൊരു പ്രവർത്തനം നടന്നു. അതിന്റെ പേരായിരുന്നു സാക്ഷരതാ യജ്ഞം. അക്ഷരമറിയാത്ത ആരും ഉണ്ടാകരുതെന്ന ലക്ഷ്യവുമായി നടന്ന യജ്ഞം. നിരവധി ഘട്ടങ്ങൾ നീണ്ട പ്രവർത്തനങ്ങൾക്ക് ശേഷം ഇ.കെ. നായനാർ സർക്കാർ കേരളത്തെ സമ്പൂർണ്ണ സാക്ഷരതയുള്ള സംസ്ഥാനമായി പ്രഖ്യാപിച്ചു. അന്നുയർന്ന പ്രധാന വിമർശനവും ഇതുപോലെയായിരുന്നു: അക്ഷരം അറിയാത്ത ആയിരങ്ങളെ ഇനിയും കാണിച്ചു തരാം, അതുകൊണ്ട് സാക്ഷരതാ യജ്ഞം ശുദ്ധ തട്ടിപ്പാണ് എന്ന വാദമാണ് ഉണ്ടായത്. സാക്ഷരതാ ക്ലാസ്സിലിരുന്നിട്ടും അക്ഷരം പൂർണ്ണമായും പഠിച്ചെടുക്കാൻ കഴിയാത്ത നിരവധി പേർ ഉണ്ടായിരുന്നു. 95% മേൽ സാക്ഷരത എത്തിയാൽ 100% എന്ന് കണക്കാക്കുന്നതായിരുന്നു ആഗോള രീതി. ആ മാർഗത്തിലാണ് കേരളം ആദ്യത്തെ സാക്ഷരതാ സംസ്ഥാനമായത്. അതിദാരിദ്ര്യത്തെക്കുറിച്ചുള്ള തർക്കത്തിലും ഇങ്ങനെ ഒരു വാദമാണോ ഉള്ളത്? ശരിക്കും അതിദാരിദ്ര്യം കേരളത്തിൽ നിന്ന് നീങ്ങിയിട്ടുണ്ടോ? അതിദാരിദ്ര്യം എന്ന വാക്കിനെ നിർവചിക്കുന്നതിൽ നിന്ന് തന്നെയാണ് അതിന്റെ വിവാദവും ആരംഭിക്കുന്നത്. കേന്ദ്ര സർക്കാർ തയ്യാറാക്കിയ മാനദണ്ഡം അനുസരിച്ച് ഒരു ഗതിയുമില്ലാത്തവരാണ് അതിദരിദ്രർ. അതിങ്ങനെയാണ്: 1. താമസിക്കാൻ വീടില്ല, മറ്റു പദ്ധതികളിലൂടെ ഒന്നും വീടിന് അർഹതയുമില്ല. 2. സ്വന്തമായി സ്ഥലമില്ല, സ്ഥലമുണ്ടെങ്കിൽ തന്നെ അതിൽ വീട് പണിയാൻ നിവൃത്തിയില്ല. 3. സ്വന്തമായി ജോലിയില്ല, ജോലി കിട്ടിയാൽ തന്നെ അത് ചെയ്യാനുള്ള ആരോഗ്യമില്ല. 4. ഒരു തരത്തിലും വരുമാനമില്ല, ഇനി വരുമാനം ഉണ്ടായാൽ തന്നെ അത് കൈകാര്യം ചെയ്യാൻ ശേഷിയില്ല. ഈ 4 മാനദണ്ഡങ്ങളാണ് പൊതുവായി ഉപയോഗിക്കുന്നത്. അതിദരിദ്രരായി തിരഞ്ഞെടുക്കപ്പെട്ട ചിലർക്കെങ്കിലും വരുമാനം ഏറ്റവും താഴ്ന്നവർക്കുള്ള റേഷൻ കാർഡ് പോലും ഉണ്ടായിരുന്നില്ല. അന്ത്യോദയ അന്നയോജന പദ്ധതിക്ക് പോലും പുറത്തായവർ എന്ന് പറയാം. സമൂഹത്തിൽ നിന്നും ഒരു സഹായവും ചോദിച്ചു വാങ്ങാൻ കെൽപ്പില്ലാതെ പുറന്തള്ളപ്പെട്ടവരെയാണ് അതിദരിദ്രരായി കേന്ദ്ര സർക്കാർ കണക്കാക്കുന്നത്.